Hello everyone, welcome to today's session. And last class we had started our Bosnius distribution of stresses, and the first one in was the vertical stress due to the concentrated load, and the equation was also derived, and we need to study the derivation also for the first one, that is the due to the concentrated load, and the next one that we are going to study in today's session is the stress due to line load, strip loading, circular loading, rectangular loading, and so on. So in that we do not want to study the derivation. We have to only study the equation, but we have to study the derivation for the first one, that is concentrated load, that we have also derived in the last class. And the final equation of that concentrated load stress is sigma z equal to 3p or 3q by 2 pi z square into 1 by 1 plus r by z the whole square the whole raised to 5 by 2. So the load can be p or q. Okay, we can denote it as p or q. So today we are going to study the rest of uh, the stress diagrams and all. So നമുക്ക് ആദ്യം ഈ ഐ ബി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് ഐ ബി എന്ന്? ബോസ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റാണ് ഐ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് 3 by 2 pi into 1 by 1 plus r by z the whole square the whole raised to 5 by 2. ദ റെസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ, അതായത് ക്യൂ ബൈ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം, അല്ലെ പി ബൈ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം, അത് ഈ ഐ ബി ഈക്വൽ ടു ഈ ഐ ബി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ പി ബൈ സെഡ് സ്ക്വയർ അല്ലെ ക്യൂ ബൈ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്യൂ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്തത്. തെറ്റൊന്നുമില്ല, ഏത് ലെറ്റർ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. ലോഡിങ്ങിനാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് മൂവ് ചെയ്യുന്നത്, ഞാൻ ഇതൊക്കെ പറഞ്ഞായിരുന്നു എന്താണെന്ന്. ഇതിനകത്ത് ഈ ഐ ബി എന്ന ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റെ വാല്യൂസ് ഒരു ടേബിളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ വാല്യൂ ചേഞ്ച് ഇൻ ആർ ബൈ ഇസഡ്. അതായത് ഈ ആറിൻ്റെ ഇസഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഐ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. അതായത് ഈ ഒരു ഇക്വേഷനിൽ ഐ ബി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് ആറും ഇസഡുമാണ്. സോ 6 0 വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 ആവും. അപ്പോൾ 3 by 2 pi എന്ന് വരും. സോ ഐ ബി ഈക്വൾ ടു 3 by 2 piയിൽ പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ വിൽ ഗെറ്റ് 0.4775. അതായിരിക്കും ഐ ബിയുടെ ഏറ്റവും വലിയ വാല്യൂ. കാരണം 6 0 വരുന്ന സമയത്താണ് ഐ ബിക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഈ ആറിൻ്റെ വാല്യൂ കൂടുന്തോറും ഈ ഇക്വേഷനിലെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടും. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ വാല്യൂ മൊത്തത്തിലുള്ള വാല്യൂ കുറയും. സോ ഐ ബിയുടെ മാക്സിമം വാല്യൂ വരുന്നത് ആർ ഈക്വൾ ടു 0 ആർ ഈക്വൾ ടു 0 മീൻ ചെയ്യുന്നത് എന്താണ്? വാട്ട് ഈസ് ആർ ആൻഡ് ഇസഡ്? ഇസഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ് ഇസഡ്. ഡെപ്തിനെയാണ് ഇസഡ് എന്നും റേഡിയൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സ് ആക്സിലുള്ള ഡിസ്റ്റൻസിനെയാണ് ആർ എന്നും ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതുകൊണ്ട് ഈ ഫിഗറിൽ അത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇൻഫ്ലുവൻസ് ഫാക്ടർ ഐ ബി എന്ന് പറയുന്നതിൻ്റെ ടേബിൾ. അതായത് ആർ ബൈ ഇസഡിനനുസരിച്ച് ഈ ഐ ബിയുടെ ചേഞ്ചാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇത് കാണുമ്പോൾ നമുക്കറിയാം ആർ ബൈ ഇസഡ് 0 വരുന്ന സമയത്ത് ഐ ബി എന്താവും? 0.4775 ആവും. അതാണല്ലോ ആദ്യത്തെ വാല്യൂ. പിന്നെ ആർ ബൈ ഇസഡിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഐ ബിയുടെ വാല്യൂ കുറയുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. സോ അത് കുറഞ്ഞ് അങ്ങനെ ആർ ബൈ ഇസഡിൻ്റെ വാല്യൂ ഏകദേശം ഇതിനകത്തൊരു 0.73 വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അടുത്ത ടേബിളിൽ 1.53 വരെ ആയിട്ടുണ്ട്. ഈ ടേബിളിൽ 5 വരെ ആയിട്ടുണ്ട്. 5 ആയപ്പോഴേക്കും ആർ ബൈ സെഡിൻ്റെ വാല്യൂ 5 വരെ ആയപ്പോഴേക്കും ഐ ബിയുടെ വാല്യൂ 0ക്ക് അടുത്തായി. അതായത് 10 ആകുമ്പോഴേക്കും അടുത്തൊരു 10 ഇട്ട് കൊടുത്താൽ മതി. ആ ഇക്വേഷനിൽ ആർ ബൈ സെഡിൻ്റെ വാല്യൂ 10 ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഐ ബി 0 ആയെന്ന്. ഓക്കെ, അത് ഇട്ട് കൊടുക്കുമ്പോൾ മനസ്സിലാവും. ഇതെന്ന് പറയുമ്പോൾ ഓരോ ആർ ബൈ സെഡിൻ്റെ വാല്യൂവിനും ഐ ബിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് കാണിക്കുന്നത് ഈ ടേബിളിൽ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമുക്ക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം അല്ലെ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കാനുണ്ടെന്ന്. അപ്പോൾ അത് ഏതൊരു ലോഡിങ്ങിനാണേലും 3 രീതി വരയ്ക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ആ വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ദ വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ എ വെർട്ടിക്കൽ പ്ലെയിൻ. ആൻഡ് ദ തേർഡ് വൺ ഈസ് എ സ്ട്രെസ് ഐസോബാർ.
അപ്പോൾ 3 ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാംസ് ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇപ്പം ഒരു പ്രോബ്ലത്തിൽ ഇപ്പം സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ്. സോ സി ദിസ് ഈസ് എ വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്ന ഒരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഒരു ടേബിൾ കാണിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് R/Z വാല്യൂവിനനുസരിച്ച് ഉണ്ടാവുന്ന IB ആണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് σZ അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും ആണല്ലോ. കാരണം σZ = IB × Q/Z² ആണ്. അപ്പം Qൻ്റെയും അപ്പോൾ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇപ്പം 1 kN അല്ലെങ്കിൽ തരുന്ന ലോഡ് എത്രയാണോ അത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R/Z വാല്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിനെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാനും പറ്റും. എപ്പോഴും ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് വരുന്നത് എവിടെ ആയിരിക്കും? സെൻട്രലായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് വരുന്നത്. അത് സൈഡിലോട്ട് പോകുമ്പോൾ ആറിനനുസരിച്ച് അത് കുറഞ്ഞു വരും. ഓക്കെ, അതാണ് ഈ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് റെപ്രസെൻ്റ് ചെയ്താണ് അല്ലെങ്കിൽ ബേസ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്ട്രെസ്സസ് എന്നല്ലേ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെർട്ടിക്കൽ സ്ട്രെസ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഇത് 2 ഡെപ്തിലുള്ള സ്ട്രെസ്സാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ Z1 ഡെപ്തിൽ ഇപ്പോൾ നമ്മൾ ലെറ്റ് ഇറ്റ് Z = 2 മീറ്റർ, 2 മീറ്ററിലുള്ളതാണ് ഇത്. Z = 4 മീറ്റർ അതിലുള്ളതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് R-ൻ്റെ വാല്യൂ ആണ്. R-ൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്ട്രെസ്സ് നമുക്കിങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റും. അത് എപ്പോഴും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, നൗ ദിസ് ഈസ് ദ വെർട്ടിക്കൽ സ്ട്രെസ് ഇൻ സോയിൽ ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ എങ്ങനെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. അതായത് P എന്ന ലോഡോ അല്ലെങ്കിൽ Q എന്ന ലോഡോ മുകളിൽ വരുന്ന സമയത്ത് നമ്മൾ ആ ആക്സിസിൽ തന്നെ നോക്കുവാണെങ്കിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അതായത് ആദ്യം ടോപ്പിൽ ഏറ്റവും സെൻറ്ററിൽ ഏറ്റവും കൂടുതലായിരിക്കും, അത് കുറഞ്ഞ് താഴോട്ട് പോകും. അതാണ് അതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ. പക്ഷേ നമ്മളൊരു R ഡിസ്റ്റൻസ് മാറി ഒരിടത്താണ് നമ്മൾ ആ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്നതെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും. അതായത് ആദ്യം 0 ആയിരിക്കും, പിന്നെ അത് കൂടി ഒരു പോയിന്റ് വന്നിട്ട് പിന്നെ അത് കുറയും. സെൻട്രലിലാണെങ്കിൽ അത് ആദ്യമേ കൂടുതലായിരിക്കും, അത് കുറഞ്ഞ് അവസാനം 0 ആവും. ഒരു പോയിന്റ് ദൂരെയാണെങ്കിൽ ഒരു R ഡിസ്റ്റൻസ് ദൂരെയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദ സെയിം ഫിഗർ ദാറ്റ് ഈസ് ഷോൺ ഹിയർ. ഓക്കെ, അതായത് 2 രീതിയിലാണ്. ഒന്ന് സെൻട്രൽ തന്നെ ആണെങ്കിൽ ഇങ്ങനെ വരും ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം, അത് ദൂരെ ആണെങ്കിൽ ദ സെയിം വൺ ഇവിടെ വന്നിരിക്കുന്ന പോലെ തന്നെ വരും. ഓക്കെ, ആദ്യം 0 തുടങ്ങി കൂടിയിട്ട് പിന്നെ കുറയും. മറ്റേതാണെങ്കിൽ കൂടിയിട്ടും കുറയും, അവിടെ 0 തുടങ്ങുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ദ ഡിഫറൻസ്. ദെൻ ദ തേർഡ് വൺ ഈസ് ദ സ്ട്രെസ് ഐസോബാർ. എന്താണ് ഐസോബാർ? നമ്മൾ എപ്പോഴേലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഐസോബാർ എന്ന് പറയുന്നത് സെയിം പ്രഷർ വരുന്ന പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഐസോബാർസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് സ്ട്രെസ്സ് സെയിം ആയിട്ട് വരുന്ന പോയിന്റ്സ്, അതായത് ഇപ്പോൾ 10 kN/m² എന്ന് പറയുന്ന സ്ട്രെസ് ആണെങ്കിൽ അത് സെയിം ആയിട്ട് വരുന്ന പോയിന്റ്സ് എല്ലാം അവിടെ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനെയാണ് ഐസോബാർ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ പ്രഷർ ബൾബ് എന്നും പറയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ ദ കേസ് ഓഫ് സ്ട്രെസ്സസ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ ഓർ ലൈക്ക് ദാറ്റ് ഇൻ എ സോയിൽ വി വിൽ ഗെറ്റ് ബൾബ് ഷേപ്ഡ് ഐസോബാർ. ഓക്കെ, ബൾബ് ഷേപ്പുള്ള ഒരു ഐസോബാർ കിട്ടുന്നതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് എ പ്രഷർ ബൾബ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഐസോബാർ എന്നും പറയാം, പ്രഷർ ബൾബ് എന്നും പറയാം. അപ്പോൾ ഇതിനെ സ്ട്രെസ് കോണ്ടൂർ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ സർവേയിലൊക്കെ നമ്മൾ പറയാറുണ്ട് കോണ്ടൂർ എന്ന് പറയുന്നത് ഒരേ ലെവലിൽ വരുന്ന എല്ലാം കൂടെ നമ്മുടെ പ്ലെയിനിലുള്ള ഇപ്പം ഒരേ എലിവേഷൻ വരുന്ന പോയിന്റ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് കോണ്ടൂർസ് എന്ന് പറയുന്നത്. അത് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഹില്ലായിരിക്കും അത്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലേക്ക് ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള കോണ്ടൂർസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇരിക്കും നമ്മുടെ സ്ട്രെസ് ഐസോബാർ കാണാനും. സോ അതിനെ നമ്മൾ സ്ട്രെസ് കോണ്ടൂർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ബോസ്റ്റോക്സ് തിയറിയിൽ.
അതുപോലെ തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായത്, അതായത് അതിന് ഇലാസ്റ്റിക് അല്ല. സോയിൽ എപ്പോഴും ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞാണ് പുള്ളി തുടങ്ങിയത്, പക്ഷേ ഇലാസ്റ്റിക് ആയിരിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെസ്റ്റർഗേർഡ്സിൻ്റെ ഒരു തിയറി വന്നിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് പഠിക്കാനില്ല സിലബസിൽ. സോ വി ആർ മൂവിങ് ടു ദ into the Bosnick's theory. So the second one is the line load, vertical stress below a line load. ലൈൻ ലോഡ് വരുവാണ്. നേരത്തെ പറയുന്ന ഒരൊറ്റ പോയിന്റിൽ ഒറ്റ ലോഡ് വരും, ഒരു കോളത്തിൻ്റെ അടിയിലുള്ള ഫൗണ്ടേഷനോ അങ്ങനെ വല്ലതും വരുന്ന കേസാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അടുത്തത് പറയാൻ പോകുന്നത് ലൈൻ ലോഡാണ്. ലൈൻ ലോഡ് എന്ന് പറയുമ്പോൾ ഒരു ലൈൻ രീതിയിൽ ഇപ്പം 10 kN/m 10 മീറ്ററിൽ അല്ലെങ്കിൽ 20 മീറ്ററിൽ നീളത്തിൽ ഒരു ലൈനിൽ ഒരു ലോഡ് വരുവാണെങ്കിൽ അതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ സ്ട്രെസ് എത്ര ആണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ, അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ ഇത് പഠിക്കുക. അപ്പം ഇതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇതിനകത്ത് ദ സിഗ്മ ഇസഡ് ഈക്വൽ ടു 2q(z3/π × x² + z²² അല്ലെങ്കിൽ 2q/π × z3/x² + z²². നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പഠിക്കുക. ഓക്കെ. ഇനി ഒരു വെർട്ടിക്കൽ ലൈൻ ലോഡിന് പകരം ഒരു ഹൊറിസോണ്ടൽ ലൈൻ ലോഡാണ് വരുന്നതെങ്കിൽ ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് വരും. അത് നമുക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ തന്നെ. 2q/z³ പകരം 2q × x × z² / π × x² + z²² എന്ന് വരും. അതായത് z³ പകരം z² × x എന്ന് വരും. അതിനകത്ത് z³ വരില്ല. ഹൊറിസോണ്ടൽ ലൈൻ ലോഡാണ് വരുന്നതെങ്കിൽ x × z² എന്ന് വരും. അത് എക്സിനെ ഇസഡ് എന്ന് എടുക്കുമ്പോഴാണ് z³ ആവുന്നത് വെർട്ടിക്കലിൻ്റെ കേസിൽ. ഓക്കെ, അതാണ് അതിൽ വരുന്നൊരു ചേഞ്ച്. വേറൊരു ചേഞ്ചും ഇല്ല. The next one is the vertical stress in soil due to a strip load. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു ടൈപ്പ് ലോഡിംഗ് ആണ് സ്ട്രിപ്പ് ലോഡിങ്. സ്ട്രിപ്പ് ലോഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വോൾസിൻ്റെ അടിയിലുള്ള ലോഡിംഗ് ഒക്കെ സ്ട്രിപ്പ് ലോഡിങ്ങിനകത്ത് വരും. ഡാമിൻ്റെ അടിയിലുള്ള ലോഡിംഗ് ഒക്കെ, ഡാം പണിയുന്നതിൻ്റെ അടിയിലുള്ള ലോഡ് സ്ട്രിപ്പ് ലോഡാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ y ആക്സിസിന് ഒരുപാട് നീളവും അതുപോലെ x ആക്സിസിന് നീളം കുറവും വരുന്ന രീതിയിലുള്ള ലോഡിംഗ് ആണ് സ്ട്രിപ്പ് ലോഡിങ്. ഓക്കെ, സിമിലർ ടു എ ലൈൻ ലോഡിംഗ് ആണ്, പക്ഷേ അതിനൊരു x ആക്സിസ് ഉണ്ട്, ചെറിയ രീതിയിലുള്ളൊരു വിഡ്ത്ത് ഉണ്ട്, പക്ഷേ y ആക്സിസ് വളരെ ലെങ്തി ആയിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ലോഡിംഗ് ആണ് സ്ട്രിപ്പ് ലോഡിംഗ്. പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. മറ്റേത് ലൈൻ ലോഡ് പെർ മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. പോയിന്റ് ലോഡാണ് kN ആക്ട് ചെയ്യുന്നത്. So this is the equation for a vertical stress caused by a strip load where the vertical stress at point A can be determined by the equation sigma z equal to q0/π into q0 അല്ലെ q/π into alpha plus sin alpha into cos alpha plus 2 beta. അതിൽ ഈ ആൽഫ ബീറ്റ എന്നതൊക്കെ പറയുന്നത് ആംഗിളാണ്. അപ്പോൾ അത് ഏത് ആംഗിൾ ആണെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കി വെക്കണം. നമ്മളൊരു സ്ട്രിപ്പ് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രണ്ട് എൻഡ് തമ്മിലുള്ള കണക്ഷന് ഇടയ്ക്കുള്ള ഇൻക്ലൂഡ് ആംഗിളാണ് ആൽഫ. അതേസമയം പെർപെൻഡിക്കുലറും ഇസഡ് ആക്സിസും ഒരു സൈഡുമായിട്ടുള്ള മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. ഓക്കെ, അപ്പോൾ ഫിഗർ കറക്റ്റായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ ആൽഫയും ബീറ്റ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ദ വെർട്ടിക്കൽ സ്ട്രെസ് ഡ്യൂ ടു ആൻ എംബാങ്ക്മെൻറ്റ് ലോഡിങ്. ഇതങ്ങനെ ചോദിക്കാറില്ല. ഒന്നാമത് ഇത് ഇച്ചിരി വലിയ ഇക്വേഷനാണ്. സോ ഇത് പഠിക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി കാണിച്ചതാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. സർക്കുലർ ലോഡഡ് ഏരിയ വരുവാണെങ്കിൽ, അതായത് ഇത്ര നേരം പറഞ്ഞത് ലൈനും സ്ട്രിപ്പും പോയിന്റ് ലോഡിങ്ങും ആയിരുന്നു. ഇനിയും പറയാൻ പോകുന്നത് സർക്കുലർ ലോഡിംഗ് ആണ്. ഇപ്പോൾ സർക്കുലർ ലോഡിങ്ങിൽ ഒരു ഇത്ര റേഡിയസിൽ ഒരു ഏരിയയിൽ ലോഡിങ് വരുവാണെങ്കിൽ പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും വരുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ ഉണ്ടാവാവുന്ന വെർട്ടിക്കൽ സ്ട്രെസ് ഇൻ ദ ഇസഡ് ആക്സിസിൽ എന്താണെന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. ഇവിടെ ഒന്നും ഡെറിവേഷൻ്റെ ആവശ്യമില്ല. സിഗ്മ ഇസഡ് ഈക്വൽ ടു q × 1 - 1/r/z² + 1^3/2. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വേഷൻ. q എന്ന് പറയുന്നത് ലോഡാണ്, r എന്ന് പറയുന്നത് റേഡിയൽ ഡിസ്റ്റൻസ്, എക്സ് ആക്സിലുള്ള ഡിസ്റ്റൻസ്, z എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിലുള്ള ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് സർക്കുലർ ലോഡിംഗ് വരുന്നത്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
ഇപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് തൊട്ട് താഴെ, അതായത് ഇത്ര റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ഏരിയ, അതായത് ക്യാപിറ്റൽ ആർ ആണ് അതിൻ്റെ റേഡിയസ് എങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന തൊട്ട് താഴെ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ വെർട്ടിക്കൽ സ്ട്രെസ് ആണ് സിഗ്മ ഇസഡ് എന്നുള്ളത് പറയുന്നത്. ഇതിന് മറ്റൊരു കേസ് ഉണ്ട്, അതായത് കുറച്ച് ദൂരം മാറിയുള്ള ഒരു പോയിന്റിൽ ഡിസ്ട്രിബ്യൂഷനാണ് അല്ലെങ്കിൽ സ്ട്രെസ്സാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഇസഡ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു എ ഡാഷ് പ്ലസ് ബി ഡാഷ് എന്നാവും. അപ്പോൾ എയും എ ഡാഷും ബി ഡാഷും എന്ന് പറയുന്നത് ഇസഡ് ബൈ ആറിൻ്റെയും ആർ ബൈ ആറിൻ്റെയും ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ ബിസിനസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ എ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെയും വേരിയേഷന് കാരണം ഇസഡ് ബൈ ആറും ആർ ബൈ ആറും ആണ്. അപ്പോൾ ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് എത്ര ദൂരം മാറിയാണ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത് എന്നുള്ളതാണ്. വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ സ്മോൾ ആർ, അതാണ് ആ സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഈ സർക്കുലർ ഏരിയയുടെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം, ആറ് തമ്മിൽ മാറിപ്പോരുത്. ഇക്വേഷനിലാണേലും നമ്മൾ മെയിൻ ഇക്വേഷനിൽ സ്മോൾ ആർ അല്ല ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് വേരിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇസഡ് ബൈ ആറ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എ ഡാഷിനും ബി ഡാഷിനും വരുന്ന വേരിയേഷൻസ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സോ എ ഡാഷിൻ്റെയും കാണിക്കും, അതുപോലെ തന്നെ ബി ഡാഷിൻ്റെയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രെസ് ഇൻ സോയിൽ ഡ്യൂ ടു റെക്ടാങ്കുലർ ലോഡഡ് ഏരിയ ആണ് പറയുന്നത്. ഇപ്പോൾ സർക്കുലർ കഴിഞ്ഞു, ഇനി റെക്ടാങ്കുലറിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. The increase in the vertical stress sigma z at depth z under a corner of the rectangular area of dimensions b equal to nz and l equal to mz and l equal to nz carrying a uniform pressure q is given by sigma z equal to q naught into iz, where iz is the influence factor depending on the ratio l by z and b by z. അപ്പോൾ ഈ l by z എന്ന് പറയുന്നത് എന്താണ്? എൻ ആണ്. അതുപോലെ തന്നെ ബി ബൈ സെഡ് എന്ന് പറയുന്നത് എം ആണ്. അപ്പോൾ എമ്മിൻ്റെയും എന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ഐ സെഡ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ് ഫാക്ടർ കേട്ടോ. അപ്പോൾ ആ ഒരു ഐ സെഡ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ് ഫാക്ടറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഈ ബി യു എല്ലോ എന്താണെന്ന് മനസ്സിലായി. ബി യു എല്ലോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കുലർ ഏരിയയുടെ ബ്രെഡ്ത്തും ലെങ്തും ആണ് ബി യു എല്ലും. എമ്മും എന്നും എന്ന് പറയുന്നത് രണ്ട് കോൺസ്റ്റൻറ്റുകളാണ്. ഇസഡ് എന്താണെന്ന് നമുക്കറിയാം, വെർട്ടിക്കലി ഉള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം ഈ ഐ സെഡ് എന്ന് പറയുന്നത് ഈ നമ്മുടെ എമ്മിനെയും എന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇൻഫ്ലുവൻസ് ഫാക്ടർ നമ്മുടെ ഐ സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പേ ഐ സെഡ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ട്, 1/4π ഇൻറ്റു 2mn. ഈ ഇക്വേഷനാണ് നമ്മുടെ എം എനും ഐ സെഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇത് കുറച്ച് വലിയ ഇക്വേഷനാണ്, അതുകൊണ്ട് ഇത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും നിങ്ങളുടെ സിലബസിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വേരിയേഷൻ ഓഫ് ഐ സെഡ് വിത്ത് എം ആൻഡ് എൻ കാണിക്കുന്ന ടേബിള്. ഇതിപ്പം എമ്മിൻ്റെ എന്നിൻ്റെ വേരിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എമ്മിൻ്റെ എന്നിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഉള്ള ഐ സെഡ് വാല്യൂ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനിയും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല രീതിയിൽ നമുക്ക് ഈ ലോഡിങ് വരാൻ പറ്റും, അല്ലെങ്കിൽ സ്ട്രെസ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് ചോദിക്കുന്ന പോയിന്റിലെ ലോഡ് അല്ലെങ്കിൽ സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ പല വഴിയുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ലോഡഡ് ഏരിയ അല്ലെങ്കിൽ റെക്റ്റാങ്കുലറിനകത്തുള്ളൊരു പോയിന്റിലാണ് ചോദിച്ചേക്കുന്നത് എങ്കിൽ ആ ഒരു പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ കട്ട് ചെയ്ത് 4 ആക്കുക. ഓക്കെ, അതായത് നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ ഇതാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ ഈ പോയിന്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനെ 4 റെക്റ്റാങ്കിൾ ആക്കുക. എന്നിട്ട് ഇവിടുത്തെ സിഗ്മ ഇസഡ് 1 ആയിരിക്കും, 2, 3, 4 ഇത് 4 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ടോട്ടൽ കിട്ടും. അപ്പോൾ ഇതാണ് യൂഷ്വൽ മെത്തേഡ്. ഇനിയിപ്പം നമുക്കിത് ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ വേറൊരു കേസുണ്ട്, അതായത് നമ്മളിപ്പം ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിൻ്റെ പുറത്തുള്ളൊരു പോയിന്റിലാണ് കണ്ടുപിടിക്കണ്ടെങ്കിൽ നമ്മൾ ഈ പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം.
അങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് വേണം നമ്മളതിനെ ഡിവൈഡ് ചെയ്യാൻ. സോ അത് നമ്മൾ അടുത്ത പേജ് കാണിച്ചു തരാം, അടുത്ത സ്ലൈഡിൽ കാണിക്കാം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു കോർണറിലുള്ള ഈ പോയിന്റിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇത്രയും പോയിന്റിലെ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് സിഗ്മ ഇസഡ് വൺ എന്ന് പറയുന്നതല്ല അവിടുത്തേത്. അപ്പോൾ സിഗ്മ ഇസഡ് വൺ എന്ന് പറയുമ്പോൾ ഈ ടോട്ടലാണ്. പക്ഷെ നമുക്ക് ഇതൊന്നും വേണ്ട, ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിഗ്മ ഇസഡ് വണ്ണിൽ നിന്ന് ഇത്രയും എന്ന് പറയുന്നത് സിഗ്മ ഇസഡ് ത്രീ ആണ്, അപ്പോൾ അത് കുറയ്ക്കണം. അതുപോലെ തന്നെ അടിയിലത്തെ എന്ന് പറയുന്നത് ഇത്രയുള്ള സ്ട്രിപ്പ് എന്ന് പറയുന്നത് സിഗ്മ ഇസഡ് ടു ആണ്, അത് കുറയ്ക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ പീസുണ്ട്. അപ്പോൾ നമ്മൾ സിഗ്മ ഇസഡ് ത്രീ എടുത്ത സമയത്ത് സിഗ്മ ഇസഡ് ഫോറും കൂടെ കൺസിഡർ ചെയ്തായിരുന്നു, അപ്പോൾ അത് കൂട്ടണം. അപ്പോൾ അതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്. ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇത്രയും റെക്റ്റാങ്കിളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം സിഗ്മ ഇസഡ് വൺ എടുത്തു. സിഗ്മ ഇസഡ് വൺ എന്ന് പറയുമ്പോൾ ടോട്ടലാണ് ഇത്രയും. അത്രയും എടുത്താൽ ഇവിടുത്തെ കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ ഇവിടെ എങ്ങും ഇല്ല സ്ട്രെസ്സ്, അപ്പോൾ അതിൻ്റെ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇത്രയുള്ളൊരു പീസ് എടുത്തു, അത് സിഗ്മ ഇസഡ് ത്രീ ആയിരുന്നു. അപ്പോൾ അത് ഇന്ന് കുറച്ചല്ലോ. ഇനി ഇത്രയും അടിയിലത്തെ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസഡ് ടു ആയിരുന്നു, അതും കുറച്ചു. പക്ഷേ അത് നമ്മൾ 2 വട്ടം കുറച്ചു, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ ആ പോർഷൻ നമ്മൾ കൂട്ടണം. അതിനാണ് സിഗ്മ ഇസഡ് ഫോർ ആയിട്ട് അത് കൂട്ടിയത്. ഓക്കെ, കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സിഗ്മ ഇസഡിൻ്റെ ഇൻഫ്ലുവൻസിലുള്ള എ എന്ന പോയിന്റിലുള്ള സ്ട്രെസ് നമുക്ക് കിട്ടി. അതായത് സിഗ്മ ഇസഡ് എ. ഓക്കെ, ഇതാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ചിലപ്പം നമുക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പം ഇപ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ വി ഹാവ് ടു സ്റ്റഡി ദ ഇക്വേഷൻസ്. ഇത് കുറച്ച് ഫോർമുലാസ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ, വേറെ ഒരു വഴിയില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ പഠിക്കേണ്ടതെന്നൊക്കെ. മിക്കവാറുള്ള ഇക്വേഷൻസ് എല്ലാം തമ്മിലൊരു കോമൺ ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് വെച്ച് അങ്ങ് പഠിക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, സോ നമുക്ക് ഇത്രയും ഇന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. എല്ലാം ഇക്വേഷൻസ് ആണ്. ജസ്റ്റ് ഇക്വേഷൻ പഠിക്കുക, അപ്ലൈ ചെയ്യുക, അതാണ് ഇതിനകത്ത് ആകെ ഉള്ള കാര്യങ്ങൾ. അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ആൻഡ് അസംഷൻസ് ഓഫ് ബൊസ്നിസ് തിയറി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡെറിവേഷൻ, പിന്നെ പ്രോബ്ലംസ് ആണ് ഈ ഒരു മോഡ്യൂൾ മൊത്തം ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ആദ്യത്തെ പ്രീ സ്ട്രെസ്, അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമാർക്സ് ചാർട്ടും അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ് മെത്തേഡുമാണ് ഇനിയും പഠിക്കാനുള്ളത്. അതിനുശേഷം കുറച്ച് പ്രോബ്ലംസ് കൂടെ നോക്കിയാൽ നമ്മൾക്ക് ഈ മോഡ്യൂൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.